തിരുവനന്തപുരം പാലോട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വിവരം അന്വേഷിച്ചെത്തിയ മലയാളി വാർത്ത ഇവിടെ കണ്ടതും കേട്ടതും അത്യന്തം നടുക്കുന്ന ഒരു കാഴ്ചകളാണ്. ഏതാണ്ട് 78ഓളം ആൾക്കാരാണ് ഈ ഒരു പ്രദേശത്ത് ആനഭീതിയിൽ താമസിക്കുന്നത്. ഇതിനപ്പുറമാണ് ആനയെ അവർ കാണുന്നതും ആനയുടെ ശബ്ദം അത് അവരെ ഭയപ്പെടുത്തുന്നതും. ഈ ഒരു പ്രദേശത്ത് അവർ താമസിക്കുന്നെങ്കിൽ എത്രയോ തവണ ഈ ഒരു ഭാഗത്ത് അവർ ആനയെ കണ്ടിരിക്കുന്നു. രാത്രിയിൽ ആന വരുന്നതും ആനയുടെ ശബ്ദവും എല്ലാം അവർ കേട്ട് എത്രയോ തവണ അവർ ഭയപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളും ആ ഒരു അനുഭവങ്ങളുമാണ് അവർ മലയാളി വാർത്തയോട് പങ്കുവച്ചത്. ഇപ്പോൾ കൊല്ലപ്പെട്ട ബാബു എന്ന് പറയുന്ന വ്യക്തി ഈ വഴിക്ക് മറ്റിടത്തേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് എവിടെയോ വെച്ചാണ് അദ്ദേഹം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും വനംവകുപ്പ് ആനയെ തടയാനായി കൊപ്പം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ശാശ്വത മാർഗമല്ല എന്ന് തന്നെയാണ് ഓരോ ദിവസവും അവർ നേരിടുന്ന അനുഭവങ്ങൾ തെളിയിക്കുന്നത്. കാരണം പലപ്പോഴും അവർ ആനയെ കാണുന്നു, ആനയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വളരെ ഭയത്തോടെ, അതായത് ഒരു വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ജനം മുഴുവൻ വളരെ ഭയത്തോടെയാണ് ഈ ഒരു പ്രദേശത്തായിരിക്കുന്നത്. കാരണം ആന എപ്പോൾ വേണമെങ്കിലും വരാം, ആന എപ്പോൾ വേണമെങ്കിലും ആനയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകാം എന്ന ഒരു ഭയത്തോടെയാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഭാഗത്ത് ആനയെ കാണുന്നു. ഇതിൻ്റെ നേരെ ഒരുപാട് ദൂരമൊന്നുമില്ല, അതേ തൊട്ട് മുന്നേ വീടിരിക്കുന്നു, ഈ വീട്ടിൽ ആളുകൾ താമസിക്കുന്നു. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ആനയെ കാണുന്നതും ആനയുടെ ഭീതിയിൽ അവർ താമസിക്കുന്നതുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ശരിക്കും ബാബുവിൻ്റെ വീടാണിത്. ബാബുവിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞതെന്ന് അവർ എന്നും വളരെ ഭയത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ബാബുവിൻ്റെ കുടുംബം മാത്രമല്ല, ഈ പ്രദേശത്ത് താമസിക്കുന്ന ഓരോ കുടുംബങ്ങളും അവർ വളരെ ഭീതിയോടെയാണ്, ആനഭീതിയിലാണ് താമസിക്കുന്നത് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു അനുഭവമാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. ശരിക്കും സർക്കാർ ഇടപെട്ട് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തീർത്തും അത് അധികാരികളുടെ കയ്യിലിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു ഫലപ്രദമായൊരു ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഈ പ്രദേശത്ത് ഓരോരുത്തരും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ജോലിയുടെ പ്രശ്നമായാലും, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഉപജീവനത്തിൻ്റെ പ്രശ്നമായാലും, യാത്രയുടെ പ്രശ്നമായാലും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നമ്മളോട് പങ്കുവച്ചു. ഇനി ഈ ഒരു വീട്, ഇത് ബാബുവിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു. ഈ ഒരു വീട് പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ശരിക്കും അദ്ദേഹം ജീവിച്ചതും അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തതും എല്ലാം ഈ ഒരു വീടിൻ്റെ പൂർത്തീകരണം, അതും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്വപ്നം ബാക്കിയാക്കിയാണ് ബാബു യാത്രയായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാതാവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ആഗ്രഹം ഈ ഒരു വീടിൻ്റെ പൂർത്തീകരണം, വീട് പൂർത്തീകരിച്ച് കാണണം എന്നൊരു ആഗ്രഹം കൂടി അവർ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ, അതായത് ആനഭീതി, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ഈ വലിയൊരു ദുരിതം, ഇതിനൊക്കെ വലിയ രീതിയിലുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഒരു പരിഹാരം ഇവിടെയുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു നടപടികൾ സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ സ്വീകരിക്കണം എന്നൊരു ആഗ്രഹം തന്നെയാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. ഒരു പ്രദേശം മുഴുവൻ ഒരു ആനഭീതിയിൽ ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതായത് എന്നും അവർ നേരിട്ട് കാണുകയാണ്, അവരുടെ വീടിന് മുന്നിൽ ആന നിൽക്കുന്നതും ആനയുടെ ശബ്ദവുമൊക്കെ അവർ കേൾക്കുകയും അവർ കാണുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ദിവസവും ആനഭീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനത, അപ്പോൾ അവരുടെ ആ ഒരു വിഷമം, അവരുടെ ആ ഒരു ഭയപ്പാട്, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അവർ ആഗ്രഹിക്കുന്നുണ്ട്. സർക്കാർ വേണ്ടുന്ന രീതിയിൽ ഒരു നടപടി എടുക്കണം എന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അധികാരികൾ വേണ്ടുന്ന രീതിയിൽ ഒരു നടപടിയെടുക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു ജനതയോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു ആശങ്ക, അവരുടെ ഒരു ഭീതി അത് അവർ നമ്മളോട് പങ്കുവെച്ചത് തീർത്തും വേദനാജനകം തന്നെയാണ്.